മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Sirach, chapter 2, verse 6. അവിടെ നമ്മൾ കാണുകയാണ്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി. ഒരു രാജാവിന് വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഭരണ സാമർഥ്യത്തിലും ആയുധവിദ്യയിലും ഇതിന് പൗരോഹിത്യ കാര്യങ്ങളിൽ പോലും നിതാന്ത ജാഗ്രതയുള്ള മന്ത്രിയോട് രാജാവിന് ഉള്ളിൽ അസൂയ തോന്നാതിരുന്നില്ല. ഒരിക്കൽ രാജാവ് രഹസ്യമായി മന്ത്രിയെ തന്റെ അരമനയിലേക്ക് വിളിപ്പിച്ചു. രാജാവ് പറഞ്ഞു, മന്ത്രി, നിങ്ങളുടെ ബുദ്ധിശക്തി ഓർത്ത് നമുക്ക് അഭിമാനമുണ്ട്. രാജ്യകാര്യങ്ങളിലും മറ്റും താങ്കൾക്ക് ഇത്രയേറെ സൂക്ഷ്മ പരിജ്ഞാനം ലഭിച്ചത് എങ്ങനെയാണ്? ദയവായി എന്നോട് പറയണം. തീർച്ചയായും തിരുമേനി പറയാം. അങ്ങേക്ക് ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. മന്ത്രി പറഞ്ഞു. രാജാവ് അതിശയത്തോടെ പറഞ്ഞു, വിഡ്ഢിതം പറയാതെ മന്ത്രി, നാം വളരെയേറെ ശ്രദ്ധയുള്ള ഒരാളാണ്. അല്ലെന്ന് ഞാൻ ഒരു മിനിറ്റിനകം അങ്ങയെ ധരിപ്പിക്കാം. മന്ത്രി പുഞ്ചിരിയോടെ വെല്ലുവിളിച്ചിട്ട് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി. നാം വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. രാജാവ് സമ്മതിച്ചു. എങ്കിൽ അങ്ങ് ഞാൻ പറയുന്നത് കേട്ട് അതാണ് വാസ്തവം എന്ന് ഏറ്റു പറയണം. സമ്മതിച്ചു. ഏറ്റു. രാജാവ് റെഡി. മന്ത്രി പറഞ്ഞു തുടങ്ങി, ഞാൻ വീരാങ്കന രാജ്യത്തിലെ പ്രതാപശാലിയായ രാജാവാണ്. അതാണ് വാസ്തവം. രാജാവ് ഏറ്റു പറഞ്ഞു. ഞാൻ 100 യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതാണ് വാസ്തവം. രാജാവിന്റെ മുഖത്ത് സന്തോഷ കതിരുകൾ. കിഴക്ക് ഹിന്ദുക്കുഷ് പർവ്വതം മുതൽ പടിഞ്ഞാറ് രോഹിണി നദി വരെ എന്റെ രാജ്യം നീണ്ടു കിടക്കുന്നു. അതാണ് വാസ്തവം. രാജാവ് ഏറെ ആഹ്ലാദിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം വ്യക്തമാക്കി. അപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടു. എന്റെ പിതാവ് വൃത്തികെട്ട ഒരു കുതിര കച്ചവടക്കാരനും ഞാനൊരു അടിമയുമായിരുന്നു. നിന്റെ അപ്പൻ. രാജാവ് ക്രൂദ്ധനായ അലറി. അദ്ദേഹത്തിന് രോഷം അടക്കാനായില്ല. മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു, 1 മിനിറ്റ് പോലും അങ്ങേക്ക് വാക്കുകൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആയുഷ്കാലം ഭരണകാര്യങ്ങൾ സൂക്ഷ്മജ്ഞാനം ലഭിക്കും? മന്ത്രിയുടെ ആ ചോദ്യത്തിനു മുമ്പിൽ രാജാവ് ശിരസ് നമിച്ചു. അപ്പോൾ 6-ാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, പെരുമാറ്റത്തിലെ നിയന്ത്രണമാണ് ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മള് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയമായിട്ട് മാറുന്നത്. മറ്റ് ആശ്രയങ്ങളിൽ ഒന്നും അഭയം കണ്ടെത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.